അവர்களാണ് തുടർന്നുള്ള സമയങ്ങളിൽ ദൈവദിനം ശുശ്രൂഷിക്കുന്നത്. കഴിഞ്ഞ പകലും വളരെ ശക്തമായി ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവജനങ്ങളെ പറയുവാൻ കർത്താവ് കൃപ ചെയ്തു. ഈ രാത്രിയിൽ നമ്മോട് ദൈവത്തിന് പറയുവാനുള്ളത്, ഈ ദേശത്തോട് ദൈവത്തിന് പറയുവാനുള്ളത്, ദൈവം ദേശത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവരോട് നല്ല വർത്തമാനം അറിയിക്കേണ്ടതിലേക്കാണ് കർത്താവിൽ ബഹുമാനീയനും ആദരണീയനുമായ ദൈവദാസനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള ദൈവദിന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യവും 29-ാമത്തെ വാക്യവും. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. സിയോൺ പ്രൈം ഫെലോഷിപ്പും പ്രിയ സഭയും ചേർന്നിരിക്കുക സുവിശേഷ മഹായോഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ തിരുവചനവുമായി നിൽപ്പാൻ കർത്താവിനെ സഹായിച്ചതോർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും സിയോൺ പ്രൈം ഫെലോഷിപ്പിൻ്റെ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന പ്രിയ ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ യേശുദാസ് അവർ, അപ്പോൾ തന്നെ എനിക്ക് മുമ്പായി ദൈവവചനം വളരെ ഐശ്വര്യമായി സംസാരിച്ച പ്രിയ ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ ബിജു റസാനം അവർ, അതുപോലെ ഇതിൻ്റെ സീനിയർ ശുശ്രൂഷകന്മാരായ ദൈവദാസന്മാർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ഷെജൻ പാസ്റ്റർ, ഓർഗൻ വളരെ നന്നായി പ്ലേ ചെയ്യുന്ന പ്രിയ ദൈവത്തിൻ്റെ ദാസൻ, അതുപോലെ ഈ ടീമിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, ഈ സഭയുടെ ശുശ്രൂഷകൻ, ഇവിടെ കടന്നു വന്ന ദൈവമക്കൾ, ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ സ്ഥാപക പ്രസിഡന്റ് കുടുംബമായിരിക്കുന്ന പ്രിയ കർത്തദാസി, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിശ്ചിത നാമത്തിനുള്ളതായ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഇന്ന് രാത്രി ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് മുമ്പായി സുവിശേഷത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പ്രിയ ദൈവത്തിൻ്റെ ദാസൻ ഈ പ്രദേശത്തോട് അറിയിക്കുകയുണ്ടായി. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം അധാർമികതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ യാത്ര. ഓരോ ദിവസത്തെ പത്രമാധ്യമങ്ങൾ നമ്മൾ വായിച്ചാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒറീസയിൽ ഒരു കുടുംബം, അവർക്ക് തലമുറകളില്ലാത്തത് കൊണ്ട് തെരുവിൽ നിന്ന് കിട്ടിയ ഒരു പെൺകുഞ്ഞിനെ എടുത്ത് വളർത്തി. ആ കുഞ്ഞ് വളർന്ന് വലുതായി കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തൻ്റെ കാമുകന്മാരുമായി ചേർന്ന് തന്നെ തെരുവിൽ നിന്ന് എടുത്തു വളർത്തിയ ആ അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊന്ന ഒരു വാർത്ത ഞാൻ പത്രത്തിൽ വായിക്കുകയുണ്ടായി. നിങ്ങൾ തിരിച്ചറിയണം, 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. നാം ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവജനം കേൾക്കുമ്പോൾ സാക്ഷരതയിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം. ഈ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്ന് രാത്രി സമയക്കുറവുള്ളത് കൊണ്ട് ഓരോ സംഭവങ്ങളായിട്ട് എടുത്തു പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്താണ് ഈ ലോകം അധാർമികതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം? ലോകത്തെ അശാന്തി എന്തുകൊണ്ട് നിറയുന്നു? ഇവിടെ കലഹങ്ങൾ, കൊലപാതകങ്ങൾ എന്തുകൊണ്ട് ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു? ഒരു കാര്യം ഇന്ന് രാത്രി ഈ ദേശം തിരിച്ചറിയണം. ഈ നാട് അന്ധകാര നിബിഡമായി പാപത്തിന്റെ അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ അന്ധകാരം കൊണ്ട് നിറയപ്പെട്ട ഈ ലോകത്തിൽ വെളിച്ചമേകാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. യേശു ക്രിസ്തു ഒരിക്കലും ഒരു മതസ്ഥാപകനായിരുന്നില്ല. നാട്ടുകാരുടെ ഇടയിൽ ഇന്ന് പലരുടെയും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ കുറിച്ച്, ഇവിടുത്തെ സാംസ്കാരിക സമ്പന്നതയെ കുറിച്ച്
എനിക്ക് മുമ്പ് പ്രസംഗിച്ച ദൈവത്തിന്റെ ദാസൻ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് ഒരിക്കലും ഒരു മതസ്ഥാപകനായിരുന്നില്ല. താൻ ഈ ലോകത്തിൽ വന്നത് മതം സ്ഥാപിക്കാനായിരുന്നില്ല. മതം ആകെ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ഒന്നും സംസാരിച്ചില്ല. പക്ഷെ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് അന്ധകാരത്തിൽ കിടക്കുന്ന മാനവജാതിയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന തിരിച്ചറിവ് ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആ യേശുക്രിസ്തുവിനെ നോക്കി യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ സത്യമാണ്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതു മനുഷ്യനെന്ന് പറയുമ്പോൾ അതിനകത്ത് ഏത് ജാതി മതവർഗ വർണ്ണത്തിൽപ്പെട്ട വ്യക്തിയായാലും, ഏത് രാജ്യത്തിൽ ജനിച്ച വ്യക്തിയായാലും, ഈ ഉലകത്തിന്റെ ഏത് കോണിൽ ജനിച്ച വ്യക്തിയായാലും, ഏത് വ്യക്തിയെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ഉലകത്തിൽ വന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തു ഒരു അവതാര പുരുഷനല്ല, യേശുക്രിസ്തു ഒരു മഹാനല്ല. കേവലം ഒരു മഹാനായി അവൻ ഈ ലോകത്തിൽ ജനിച്ച ഒരു കേവലം ഒരു വ്യക്തിപ്രഭാവമല്ല. യേശുക്രിസ്തു ഒരു ഇസത്തിന്റെയും ആളല്ല, പക്ഷേ യേശുക്രിസ്തു ഒരു മതത്തിന്റെയും ആളല്ല. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. യേശുക്രിസ്തുവിന്റെ സ്തോത്രം ചെയ്യുന്ന ദൈവത്തെ ഒരു വൈദേശിക മതത്തിൽപ്പെട്ട ഒരു ദൈവിക ചിന്തയല്ല. പിന്നെയോ ഈ ലോകത്തിലെ സകല മനുഷ്യരെയും അന്ധകാരത്തിൽ കിടക്കുന്ന മാനവജാതിയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരേ ഒരു മാർഗമാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു എന്ന് ഈ രാത്രി ദേശം തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസം എന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ നാഗർകോവിൽ നിന്ന് ഞാൻ ഒരു ദൈവദാസനുമായി യാത്ര ചെയ്ത് തിരിച്ച് എന്റെ സ്ഥലത്തേക്ക് വരുമ്പോൾ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഇവിടെ ഒരു ഫാമിലി കൊണ്ട് ഒരു 3 നില വീട്ടിൽ താമസിക്കുന്നവരാ. അവർക്ക് 2 ആൺമക്കളാണ്. പക്ഷെ ഒരു മകൻ ഒരു മാനസിക രോഗിയാണ്. അവൻ കുളിച്ചിട്ട് 8 മാസമായി. ഒരേ വസ്ത്രം, 8 മാസത്തിന് മുമ്പ് ധരിച്ച വസ്ത്രം അവൻ ഇന്ന് ധരിച്ചുകൊണ്ട് ആ വീട്ടിനകത്ത് അവൻ കഴിയുകയാണ്. പാസ്റ്റർ, നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഒരു വാക്ക് ആ ഭവനത്തിൽ കയറി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ പിതാവ് എന്റെ ഒരു സ്നേഹിതനാണ്. ആമേൻ. ഞങ്ങൾക്ക് ദീർഘവർഷത്തെ ബന്ധങ്ങളുണ്ട്. അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ്. ഒരു കാലത്ത് നമ്മൾ ആരെങ്കിലും ചെന്ന് 1 കോടി രൂപ ചോദിച്ചാൽ ആ ദിവസം തരാൻ പ്രാപ്തി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. പക്ഷേ കാലങ്ങൾ ചിലത് കഴിഞ്ഞു. ആമേ, ഒരു ചീട്ടുകൊട്ടാരം തകർന്നടിയുന്നത് പോലെ തനിക്കുള്ള സകല സമ്പത്തും ആമേ തകർന്നുപോയി. അവസാനം തന്റെ 2 ആൺമക്കളിൽ ഒരാൾ മാനസിക രോഗിയായി തീരത്തക്ക വിധത്തിൽ ആ കുടുംബം വല്ലാതെ അധംപതിച്ചു പോയി. എനിക്കത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, നമുക്ക് ഒരുമിച്ച് കയറി ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ 3 നില ബിൽഡിങ്ങിനകത്ത് കയറുമ്പോൾ പണി പൂർത്തിയായിട്ടില്ല, പണി തീർന്നിട്ടില്ല. ആ കുടുംബത്തിൽ വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന ആ മൂത്ത മകൻ എങ്ങനെയോ കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് അധാർമികതയുടെ പടിപൊടിയിൽ വീണ് കഞ്ചാവ് പോലുള്ള MDMA പോലുള്ള മാരക രാസലഹരിയുടെ നീരാളി പിടുത്തത്തിൽ അകപ്പെട്ട് ഒരു സുപ്രഭാതത്തിൽ സുബോധം നഷ്ടപ്പെട്ടവനായി ആമേ എവിടെയൊക്കെയോ പറന്നുയരേണ്ട ആ ഒരു ചെറുപ്പക്കാരൻ അവസാനം ഒന്നുമില്ലാതെ ഒരു വീട്ടിനകത്ത് ഒരു മാനസിക രോഗിക്ക് സമമായി കഴിയുന്ന ഒരു ദാരുണ രംഗം ഞാൻ അവിടെ കാണുകയുണ്ടായി. ഞാൻ ആ വീട്ടിനകത്ത് ചെന്ന് കയറുമ്പോൾ എന്നെ കണ്ടയുടൻ തന്നെ അവൻ എന്നെ ഒരു ദേഷ്യഭാവത്തോടെ നോക്കിയിട്ട് അവൻ ആ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ ആ റൂമിനകത്തിരുന്ന് ഒരല്പസമയം പ്രാർത്ഥിച്ചിട്ട് താഴെ ഇറങ്ങി വരുമ്പോൾ അവൻ ബീഡി വലിച്ചു വിടുകയാണ്. എന്നിട്ട് സിറ്റ് ഔട്ടിലിരുന്ന് അവൻ സിറ്റ് ഔട്ടാണ്, എന്റെ വീടിന്റെ സിറ്റ് ഔട്ടാണെന്ന് പോലും സുബോധമില്ലാതെ അവൻ ഇങ്ങനെ ഉമിനീര് തുപ്പി ഇരിക്കുന്ന ആ ദയനീയമായ കാഴ്ച കണ്ട് ഞാൻ അന്തം വിട്ടുപോയി.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപാട് കുടുംബങ്ങൾ മണിമാളികൾ ഉണ്ടാക്കി അതിനകത്ത് സ്വസ്ഥമായി കഴിയുവാൻ, ആകെ സമാധാനത്തോടെ കഴിയാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോൾ മതത്തിന്റെയും ജാതിയുടെയും പേരും വർഗത്തിന്റെയും പേര് പറഞ്ഞ് ഈ സത്യവെളിച്ചത്തിലേക്ക് വരാതെ സുബോധം നഷ്ടപ്പെട്ടവരായി ഇന്നും മതത്തിന്റെ അന്ധതയിൽ കിടക്കുമ്പോൾ ഈ ശബ്ദവണ്ടിയിൽ കേൾക്കുന്ന സകല ആളുകളോടും ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഇന്ന് രാത്രി പറയാനുള്ളത്, ഏത് അന്ധതയിൽ കിടക്കുന്ന വ്യക്തിയെയും, ഏത് പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന വ്യക്തിയെയും, ഏത് ശാപത്തിന്റെ കീഴിൽ കിടക്കുന്ന വ്യക്തികളെയും ഇന്ന് രാത്രി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ഈ ഉലകത്തിലുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന, ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് വേണ്ടി നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരേ ഒരു സുവിശേഷത്തിന് മാത്രമേ ഇന്ന് രാത്രി കഴിയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 4:12 ആകെ എഴുതി വെച്ചിരിക്കുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, അത് യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. മന്ത്രങ്ങൾ കൊണ്ടോ ആവിരാര ക്രിയകൾ കൊണ്ടോ ശേഷക്രിയകളുണ്ടോ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന സേവകാത്മ ശക്തികളെ അടുത്ത ഉച്ചാരണ കർമ്മങ്ങൾ ചെയ്ത് ഉദ്ദിഷ്ട കാര്യം സാധിപ്പിക്കുന്ന ഉഗ്രന്മാരായ മന്ത്രവാദികളുടെ അടുക്കൽ പോയോ കാര്യം സാധ്യം നടക്കുകയില്ല. പ്രശസ്തരായ ജ്യോതിഷരുടെ അടുക്കൽ പോയാൽ കാര്യം സാധിക്കുകയില്ല. എന്നാൽ എന്റെ ഗുരുനാഥൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി പോരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവി. ഒരു മന്ത്രവാദിയുടെ അടുക്കൽ പോണ്ട, ഒരു ജ്യോതിഷന്റെ അടുക്കൽ പോണ്ട, ഒരു മഷിനോട്ടക്കാരന്റെ അടുക്കൽ പോണ്ട, ഒരു കൈനോട്ടക്കാരന്റെ അടുക്കൽ പോണ്ട, എന്റെ അടുക്കൽ വരുവി. ഞാൻ നിങ്ങളെ ആത്മാക്കൾക്ക് ആശ്വാസം വരുത്തും. ആത്മാക്കൾക്ക് ആശ്വാസം വരുത്തുന്ന, മനുഷ്യന്റെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന, ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന, മാനസിക രോഗങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന, മന്ത്രവാദ കെടുതികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരേ ഒരു നാമം, അതത്ര യേശുവിന്റെ നാമം. അതത്ര ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്നത്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്? ഒരു കാര്യം ഇന്ന് രാത്രി ദേശനിവാസികൾ തിരിച്ചറിയണം. ഒരുപാട് കാലം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒന്ന് നാം ആരാണെന്ന് തിരിച്ചറിയണം. സ്തോത്രം. നമ്മൾ ഇത്രയുള്ളൂ, സമയക്കുറവുള്ള ഒറ്റ വാക്ക് പറഞ്ഞു വിടുകയാണ്. നാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നമ്മെ സൃഷ്ടിച്ച ഒരു സൃഷ്ടിതാവ് ഈ ഉലകത്തിലൂടെന്ന് തിരിച്ചറിയണം. ഒരുപാട് സൃഷ്ടിതാക്കളില്ല, ഒരേ ഒരു സൃഷ്ടിതാവ്. ഒരുപാട് ദൈവങ്ങളില്ല, ഒരേ ഒരു ദൈവം. ആ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അനാദിയായ ശാശ്വതവാസിയായ, അവൻ ധന്യനായ ഏകാധിപതിയായ, അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്ന ഒരു മഹാദൈവം. ആ ദൈവത്തെ ഒരിക്കലും നമ്മുടെ ഈ നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കലൊരു ചിന്തകൻ പറഞ്ഞു, ഈ സമുദ്രത്തിലെ വെള്ളത്തെ മുഴുവനും മഷിയാക്കി ഈ ഭൂമിയിലെ ദൃശ്യത്തെ മുഴുവൻ ഒരു പേനയാക്കി മാറ്റിയാലും ആകെ ഉള്ളം കൈകൊണ്ട് സമുദ്രജലത്തെ വഹിക്കുന്ന ആ മഹാദൈവത്തെ ഒരു ബ്രഷിനകത്തോ, ഒരു സ്കെച്ചിനകത്തോ, ഒരു രൂപത്തിനകത്തോ, ഒരു ഭാവത്തിനകത്തോ, ഒരു കണ്ണാടിക്കൂടിലോ, അങ്ങനെ ഒരു നാൽക്കവലയിലോ, ഒരു മതിൽക്കെട്ടിലോ ഒതുക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ന് രാത്രി ഇതിനകത്ത് ആരാധിക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തിത്വങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം. അവൻ കർമ്മമാർഗങ്ങൾ കൊണ്ടോ, അവൻ വിളിച്ചപേക്ഷകൾ കൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷേ വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇന്ന് രാത്രി ഹൃദയം ശുദ്ധിയോട് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തിക്ക് ഇന്ന് രാത്രി വിശ്വാസത്താൽ ഈ ദൈവത്തെ കാണാനായിട്ട് സാധിക്കും. എന്തിനു വേണ്ടി ദൈവം ഈ മനുഷ്യനെ സൃഷ്ടിച്ചു? അവനെ എന്തിനു വേണ്ടി ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നു? എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ചെറിയ കാലം
ഇവിടെ കഴിയാൻ ദൈവം മനുഷ്യനാക്കി വെച്ചിരിക്കുന്നു. ഈ ഭൂമി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വാടക വീടാണ്. എന്നെ വളരെ ദുഃഖിപ്പിച്ച ചില സംഭവങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പത്രങ്ങളിൽ വായിച്ചു. ഞങ്ങളുടെ ദൈവദാസന്മാരുമായി ഞാനത് സംസാരിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് രാവിലെ ഞാൻ ഷെയർ ചെയ്യുകയുണ്ടായി. ശ്രീകുട്ടി എന്ന പേരുള്ള ഒരു 27 വയസ്സുകാരി, ആ കുടുംബം, അവൾക്ക് ഒരു മാതാപിതാക്കളുണ്ട്, വേറൊരു സഹോദരിയുണ്ട്. മാതാപിതാക്കൾ രോഗികളാണ്. അപ്പനൊരു ശ്വാസമുട്ടലൊക്കെ പിടിച്ച് ഒന്നിലധികം രോഗങ്ങൾ കടിമയായ ഒരു മനുഷ്യൻ. ഈ പെൺകുട്ടി തൊട്ടടുത്തുള്ള ഒരു ബേക്കറി, 1-1.5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ബേക്കറിയിൽ ചെന്ന് അവിടെ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മാതാപിതാക്കളെ പോറ്റിപ്പുലർത്തി തകര ഷീറ്റുകൾ കൊണ്ടും ടാർപോളിൻ കൊണ്ടൊക്കെ ഉണ്ടാക്കപ്പെട്ട ഒരു ചെറിയ വീട്ടിനകത്ത് ആ കുട്ടി കഴിയുകയാണ്. വീട്ടുകാർ വിവാഹത്തിന് നിർബന്ധിക്കുമ്പോൾ അവൾ പറഞ്ഞ കാര്യം, നമുക്കൊരു വീടൊക്കെ പണിത് മാതാപിതാക്കളെ സുരക്ഷിതയാക്കിയിട്ട് ഞാൻ വിവാഹം കഴിക്കാം. ഒരു വീടെന്ന സ്വപ്നം ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച് മാതാപിതാക്കളെ പോറ്റി പുലർത്തണമെന്നുള്ള ആ മകളുടെ ആ ഒരു വലിയ ഉത്തരവാദിത്വം ഹൃദയത്തിൽ പേറിക്കൊണ്ട് ജീവിതം നയിച്ചതായ ഒരു പെൺകുട്ടി. ഒരു ദിവസം രാവിലെ, നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും ഞാൻ ഈ സംഭവം പറയുന്നതോ, ഒരു ദിവസം രാവിലെ ആ തുച്ഛമായ വരുമാനം ലഭിക്കുന്ന ആ ബേക്കറിയിൽ ജോലിക്ക് പോകാൻ വേണ്ടി പത്തനാപുരത്തിനടുത്തുള്ള പനവേലി എന്ന് പറയുന്ന സ്ഥലത്ത് ആ ജംഗ്ഷനിൽ ശരണ്യ എന്ന പേരുള്ള മറ്റൊരു സഹോദരിയുമായി ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് നിയന്ത്രണം തെറ്റി ഒരു വാഹനം ഈ രണ്ടുപേരെയും ഇടിച്ചു തെറിപ്പിക്കുകയാണ്. ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവർ ഇരുവരും ദാരുണമായി യാത്രയായി. ആ പെൺകുട്ടി ശ്രീകുട്ടിയുടെ മൃതദേഹം ആ വീട്ടിലേക്ക് ഒരു വിലാപയാത്രയായി കൊണ്ടുവരുമ്പോൾ ആ പിതാവ് മാറത്തടിച്ച് നിലവിളിച്ച രംഗം ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുമ്പോഴും എന്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി സ്നേഹിതരെ, ഈ ലോകത്തിൽ ആശ്വസിപ്പാൻ നമുക്ക് എന്തുണ്ട്? ഈ ലോകത്തിൽ നമുക്ക് പ്രശംസിപ്പാൻ എന്തുണ്ട്? ഈ ലോകത്തിൽ നമുക്ക് പുകഴുവാൻ എന്തുണ്ട്? കേവലം ഒരു സ്ഥിര താൽക്കാലിക വാസത്തിന് വേണ്ടി ഈ ഭൂമിയിൽ വന്നവരല്ല ഞാനും നിങ്ങളും. കഴിഞ്ഞ ദിവസം 4 വയസ്സ് പ്രായമുള്ള ഒരു ബാലൻ, ഒരു ആൺകുട്ടി, ആ കുഞ്ഞിനൊരു പനി ബാധിച്ചു, പനി കഠിനപ്പെട്ടു. നമുക്കറിയാം ഈ സീസൺ ഒരുപാട് പേര് പനിയും പ്രയാസങ്ങളാൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ പനി കഠിനപ്പെട്ട് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് 4 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞിന് സംഭവിച്ചു. എന്തായിരുന്നെന്നറിയാം അതിന്റെ അനന്തരഫലം? ആ കുഞ്ഞ് മാതാപിതാക്കളെ തനിച്ചാക്കി ആ കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് യാത്രയായി. നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ആലോചിച്ച് നോക്ക്. ഏത് മാതാപിതാക്കൾക്കാണ് സഹിക്കാൻ കഴിയുക? ഏത് മാതാപിതാക്കൾ, ഏത് ജാതിയാകട്ടെ, ഏത് മതമാകട്ടെ, ഏത് ജനസമൂഹത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഏത് മാതാപിതാക്കളുടെ ഉള്ളിലൊരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ തലമുറകൾക്ക് ഒരു കേടുപാടും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന സ്വന്തം മാതാപിതാക്കളുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 4 വയസ്സ് വരെ വളർത്തി അവന്റെ ഓമനത്വമുള്ള മുഖം കണ്ട് കൊതി തീരാതെ കേവലം ഒരു പനി വന്ന കാരണത്താൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരു 4 വയസ്സുകാരൻ ഈ ലോകത്തിൽ നിന്ന് യാത്രയായത് അമേരിക്കയിൽ സംഭവിച്ച കാര്യമല്ല, ഇത് തമിഴ്നാട്ടിൽ കിടന്ന് സംഭവിച്ച കാര്യമല്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആരോഗ്യ രംഗത്തിൽ ഏതാണ്ട് അമേരിക്കയോടൊപ്പം കിടപിടിക്കാൻ എല്ലാവിധ ഹോസ്പിറ്റൽ സംവിധാനങ്ങളുള്ള ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ച സംഭവമാണെന്ന് ഞാൻ ഇന്ന് രാത്രി ഈ ആലയത്തിന്റെ അങ്കണത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ, ഇന്ന് രാത്രി ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഇന്ന് രാത്രി നീ കടന്നുറങ്ങുമ്പോൾ നാളെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമെന്ന് ഈ പ്രസംഗിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടോ? ഈ പ്രസംഗം കേൾക്കുന്ന ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഒരു കാര്യം ഇന്ന് രാത്രി അസന്ദിഗ്ധമായി ഈ ദേശത്തോട് പറയാനുള്ളത്, ഇവിടെ ഒരു സ്ഥിരവാസത്തിന് വന്നവരല്ല നമ്മൾ, കേവലം ഒരു താൽക്കാലിക വാസത്തിന് വേണ്ടി
നൽകി. വേദ പുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആയുസ് 70, ഏറെയായാൽ 80 വേദ പുസ്തകം വളരെ അസന്ദിഗ്ധമായി വെളിപ്പെടുത്തുമ്പോൾ കേവലം 70 80 എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിച്ചാൽ. നാം ഇന്ന് റോഡ് യാത്ര ചെയ്യുമ്പോൾ ആദരാഞ്ജലികൾ ഇഷ്ടം പോലെ ഫ്ലക്സ് ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. ആദ്യം ആളിന്റെ മുഖം കാണുന്നു, അടുത്ത് നമ്മൾ അതിന്റെ പേര് കാണുന്നു, അടുത്ത് നമ്മൾ നോക്കുന്നത് ബ്രാക്കറ്റിന്റെ വയസ്സാണ്. ബ്രാക്കറ്റിന്റെ വയസ്സ് നോക്കുമ്പോൾ 40, 45, 52, 32 എന്നീ പ്രായങ്ങളിൽ ഒരുപാട് പേര് ലോകത്തിൽ നിന്ന് വേർപെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിയണമേ, ഈ ലോക ജീവിതം കൊണ്ട് തീരുന്നതല്ല മനുഷ്യ ജീവിതമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. കേവലം മനുഷ്യനൊരു മാംസപിണ്ഡമല്ല, ഈ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം വച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ടെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. എനിക്കിന്ന് രാത്രി വായിച്ചു കേൾപ്പിക്കാൻ സമയമില്ല. ഇന്ന് രാത്രി ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന് നമ്മൾ പറയുന്ന പേരാണ് മരണം എന്നുള്ളത്. വേദപുസ്തകം വളരെ ശക്തമായി മാനവജാതിക്ക് കൊടുക്കുന്ന ഒരു പ്രത്യാശ, മരണത്തിനും അപ്പുറം ഒരു ജീവിതം ഈ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ യേശുവായിരുന്നപ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിപ്പി, അങ്ങ് എന്റെ പിതാവിനെ വിശ്വസിപ്പി. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാനിതാ സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന നാട്ടുകാരെ, ഈ ശബ്ദപരിധിയിൽ ഞങ്ങളുടെ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കളോടും ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനുള്ളത്, മരണം കൊണ്ട് തീരാത്ത, ഈ ലോക ജീവിതം കൊണ്ട് തീരാത്ത ഒരു നിത്യമായ ജീവിതം, ദൈവത്തിന്റെ വചനം, നമ്മുടെ കഥാവ്, ദൈവത്തിന്റെ വചനം നമുക്കിന്ന് രാത്രി വാഗ്ദാനം ചെയ്യുമ്പോൾ ആ നിത്യമായ ജീവനിലേക്ക്, ആ നിത്യമായ ഭവനത്തിലേക്ക്, ആ നിത്യമായ വാസസ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരേ ഒരു മാർഗമാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. അല്ലാതെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യേശു ഒരു മതസ്ഥാപകനെ അല്ല, യേശു ഒരു മതം സ്ഥാപിക്കാൻ ഇവിടെ വന്നതല്ല. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. മരണത്തിനും അപ്പുറമുള്ള നിത്യജീവനിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ ഒരു വേദഭാഗം ഇങ്ങനെയുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒന്നുകൂടി ഞാൻ ആ വാക്യം ദൈവമക്കൾ, ദൈവദാസന്മാർ ചേർന്ന് ആ വാക്യം എന്ന് പറഞ്ഞാട്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നാമം യേശുവല്ലാതെ മറ്റൊരു നാമമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ ദേശത്ത് ഇങ്ങനെ ഒരു സംവിധാനം പ്രിയ ദൈവദാസൻ ഒരുക്കിയതിന്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു. ചെറുപ്രായം തൊട്ട് എനിക്ക് അവനെ അറിയാം. സ്തോത്രം. ആ ചെറുപ്പക്കാരൻ വളർന്ന് 10-20 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ എങ്ങനെയോ കൂട്ടുകെട്ടുകളിൽപ്പെട്ട് കഞ്ചാവിന്റെയും MDMAയുടെയും ഒരു കച്ചവടക്കാരനായി മാറി. ഈ അടുത്ത കാലത്ത് ഞാൻ അവനെ കണ്ടു. ചെറുപ്രായം തൊട്ട് അവൻ എന്നെ അറിയാമെന്നുള്ളത് കൊണ്ട് അവൻ എന്നെ അവന്റെ വീട്ടിനകത്തേക്ക് വിളിച്ചു. ഒറ്റയ്ക്ക് താമസിക്കുക. ആ വീട്ടിനകത്ത് കയറിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു വല്ലാത്ത രൂക്ഷമായ ഒരു ഗന്ധം. ആ വീട്ടിന്റെ മുറിക്കകത്ത് മൊത്തം കറുത്ത ചായങ്ങൾ കൊണ്ട് ഏതാണ്ടൊക്കെ സ്ത്രീയുടെയും പുരുഷന്മാരുടെയൊക്കെ രൂപങ്ങൾ വരച്ചു തിരിക്കുകയാണ്. മറ്റൊരു മുറിയിൽ ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് മാരകായുധങ്ങളുടെ ഒരു ശേഷിപ്പ് അതിനകത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ആരെയും ഭയപ്പെടാത്ത ഒരു ചെറുപ്പക്കാരൻ.
ഞാൻ അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിനക്ക് രക്ഷപ്പെടാൻ ഇനി ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. നിന്നെ രക്ഷപ്പെടുത്താനും ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു വഴിയില്ല. ഞാൻ ശുശ്രൂഷിക്കുന്ന ഒരു ആലയം മൂങ്ങോടിനും അങ്കീർക്കോണത്തിനും ഇടയിലുണ്ട്. നമ്മൾ തമ്മിൽ ചെറുപ്പം തൊട്ട് കാണുന്നതാണ്. എന്നെക്കാളും പ്രായം കൊണ്ട് എത്രയോ ഇളപ്പം. ഈ ആലയത്തിൽ വന്ന് നീ രക്ഷ പ്രാപിക്കണം. ഇല്ലെങ്കിൽ എന്റെ ജീവിതം ഒരു വല്ലാത്ത അവസ്ഥകളിലേക്ക് നീങ്ങാൻ പോവുകയാണ്. സ്തോത്രം. ഞാൻ അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവനൊരു വൈബ്രേഷൻ ഉണ്ടായി. അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എന്നെ ഹിപ്നോട്ടിസം ചെയ്യരുത്. ഞാൻ പറഞ്ഞു, നിന്നെ ഹിപ്നോട്ടിസം ചെയ്യാൻ ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചിട്ടില്ല. ഇത് നിന്നെ അധാർമികതയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ ഒരു വൈബ്രേഷനാണ് നിന്റെ ശരീരത്തിൽ കാണുന്നത്. ഞാൻ അവനെ ആലയത്തിലേക്ക് വിളിച്ചു. രക്ഷയുടെ മാർഗം ഞാൻ അവന് വിളിച്ചു പറയുവാൻ എനിക്ക് അവസരങ്ങളുണ്ടായി. എന്നാൽ ആ ചെറുപ്പക്കാരന് അത് ശരിയായ അളവിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ 2 ആഴ്ച തെളിയുന്നതിന് മുൻപ് ഒരു മുഴം കയറിൽ അവൻ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. അവന്റെ ഡെഡ് ബോഡി കാണുവാൻ ഞാൻ പോയി. അവന്റെ ആ മൃതശരീരം കാണുമ്പോൾ എന്റെ ഉള്ളിൽ വന്ന്, ചെറുപ്പക്കാരാ, 2 ആഴ്ചയ്ക്ക് മുമ്പ് ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചത്തിന്റെ സത്വാർത്ത ഞാൻ നിന്നെ കേൾപ്പിച്ചതല്ലേ. നീ ഒരു നിമിഷം നീ എന്നെ നോക്കണ്ടായിരുന്നു. നിന്റെ ജീവിതത്തിന്റെ ആ ഒരു നന്മ ലക്ഷ്യമാക്കി ഈ നന്മയുടെ സുവിശേഷം നീ ഒന്ന് ഗ്രഹിച്ചിരുന്നു എങ്കിൽ, നീ ഒന്ന് ഏറ്റെടുത്തിരുന്നു എങ്കിൽ, അല്ലയോ ചെറുപ്പക്കാരാ, ദൈവം അനുവദിച്ചാൽ 70 80 വയസ്സുവരെ ഭൂമിയിൽ ജീവിക്കേണ്ട നീ എന്തിന് ഈ ജീവിതം അവസാനിപ്പിച്ചു? നീ യേശുവിനെ അന്ന് സ്വീകരിച്ചിരുന്നു എങ്കിൽ നിനക്ക് ഈ ഗതി വരുമായിരുന്നു. എന്റെ ഹൃദയം മനസ്സാ സമയം വല്ലാതെ പ്രശുദ്ധമായി പോയി. ഇന്ന് രാത്രി ഇതുപോലെ എത്രയോ ചെറുപ്പക്കാർ, ഇന്ന് ഞാൻ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് കൊണ്ടുവന്ന് എന്റെ ഫ്രണ്ടിൽ നിർത്തി. അവനെനിക്ക് നേരത്തെ അറിയാം. അവനൊരു മദ്യപാനിയാണ്. അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എന്റെ കുടുംബം മക്കളെ നോക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷെ ഞാൻ മദ്യപാനിയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയി, ഒരുപാട് പേരെ ചെന്ന് കണ്ടു. ഞാൻ കൈനോട്ടക്കാരുടെ അടുക്കൽ പോയി, ജ്യോതിഷന്മാരുടെ അടുക്കൽ പോയി, എല്ലായിടവും പോയി. പക്ഷെ എനിക്ക് ജീവിതത്തിന് ഇതുവരെ ഒരു സമാധാനം വന്നിട്ടില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഇനി നിന്റെ മുമ്പിൽ ഒരേ ഒരു വഴിയുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഇന്ന് രാത്രി ഈ സത്യം ഈ ദേശത്തോടും പറയാം. മൈക്ക് കെട്ടി എനിക്ക് മുമ്പേ സംസാരിച്ച ദൈവദാസൻ അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കി ഈ ദേശത്ത് വിളിച്ചു പറയുന്നതിന്റെ കാര്യം, നാളെ ഈ സത്യം നിങ്ങൾ കേട്ടില്ല എന്ന് ആവശ്യം ഒരു വ്യക്തി പോലും പറയാൻ പാടില്ല. ഇന്ന് രാത്രി സകല മാലോകരും കേൾക്കട്ടെ. സകല മാലോകരോടുമുള്ള ഞങ്ങളുടെ സന്ദേശം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. ഏത് മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യം വിളിച്ച്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനും കൂടെ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലമരത്തിൽ പരമയാഗമായി തോന്നുന്നത്. മനുഷ്യന്റെ യാഗങ്ങൾക്കോ ആചാരങ്ങൾക്കോ കർമ്മകാണ്ഡങ്ങൾക്കോ അവന്റെ ഇഷ്ടങ്ങൾക്കോ അവന്റെ മതത്തിന്റെ അനുഷ്ഠാനങ്ങൾക്കോ അവന്റെ ജാതി ശ്രേഷ്ഠതകൾക്കോ അവന്റേതായ വഴിപാട് നേർച്ച കാഴ്ചകൾക്കോ ശുദ്രപ്രയോഗങ്ങൾക്കോ ഒന്നും അവനെ രക്ഷിക്കാൻ കഴിയാതിരുന്നപ്പോൾ, ഇന്ന് രാത്രി ഏത് സ്ഥാനത്തിരുന്നാലും ഈ ഗ്രൗണ്ടിൽ വരണമെന്നില്ല, ഈ റോഡിന്റെ പക്കത്തിട്ടിരിക്കുന്ന കസേരയിൽ വന്നിരിക്കണമെന്നില്ല, വീട്ടിനകത്തിരുന്നാൽ
വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റുപറയാൻ ഇന്ന് രാത്രി തയ്യാറാകാൻ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിങ്ങളുടെ അന്തരംഗങ്ങളെ നിറച്ച് നിങ്ങളെ ഒരു പുതു മനുഷ്യരാക്കി മാറ്റി ആമേ സമൂഹത്തിന്, ദേശത്തിന്, കുടുംബത്തിന് കൊള്ളാകുന്ന ഒരു വ്യക്തിത്വമായി ഈ സുവിശേഷം വാർത്തെടുക്കുക മാത്രമല്ല, ഇവിടത്തെ വാസം അവസാനിപ്പിച്ച് പുറപ്പെടുമ്പോൾ മറ്റൊരു രാജ്യത്തിൽ നിത്യമായ സ്വർഗത്തിൽ സൂര്യ ചന്ദ്ര താരങ്ങൾക്കും അപ്പുറം ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ ഭവനത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. അതിനുള്ള ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, ഒരുപാട് വഴികളല്ല, ഒരുപാട് മാർഗങ്ങളല്ല, ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം. അതുകൊണ്ട് യേശുക്രിസ്തു മാത്രമാണ് ഈ ലോകത്തിൽ വന്നപ്പോൾ പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇന്ന് രാത്രി ആ വെളിച്ചമാകുക, ആ വഴിയാകുക, ആ സത്യമാകുക യേശുവിൽ ഇന്ന് രാത്രി വിശ്വസിക്കാൻ നിങ്ങൾ ഇന്ന് രാത്രി തയ്യാറാണോ? കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ സ്നേഹിക്കുകയാണ്. എനിക്ക് മുമ്പേ ഇവിടെ പാട്ടുകാർ പാടിയപ്പോൾ ഒരു പാട്ട് ഇങ്ങനെ പാടി, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം. ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? അഥവാ മറന്നാലും ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. എനിക്കെപ്പോഴും ബലം തരുന്നൊരു വാക്യമാണ്, ഞാൻ നിന്നെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഇന്ന് രാത്രി അങ്ങനെ അരുളി ചെയ്ത നമ്മോടൊപ്പം കൂടെയുള്ള ഏത് പ്രതിസന്ധികളിൽ നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാകുന്ന തണലായ ഒരേ ഒരു ദൈവം, അത് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഇന്ന് രാത്രി ആ യേശുവിലേക്ക് ഇന്ന് രാത്രി നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേ സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിനായ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി. ദൈവദാസന്മാർ, ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം, സ്തോത്രം ചെയ്യുന്നു. ആദ്യത്തെ 2-3 മിനിറ്റ് ഈ ദേശത്തിനു വേണ്ടി ദൈവദാസന്മാർ ആമേ പോകാനുള്ള സമയമായുള്ള വ്യഗ്രതയോടെ ആരും ഇതിനകത്ത് നിൽക്കരുത്. ദൈവമക്കളും ഇരിക്കരുത്. എന്നവർ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഹൃദയം ഏകാഗ്രമാക്കി ഇന്ന് രാത്രി ഞങ്ങൾ 2 ദൈവദാസന്മാർ ഈ ദേശത്തിന്റെ സുവിശേഷം വിളംബരം ചെയ്തിരിക്കുകയാണ്. ഈ ശബ്ദം കേട്ട ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടുകൂടെ. അവരുടെ ഹൃദയം ലോകത്തിന്റെ ദൈവമായ ശക്തൻ കുരുടാക്കിക്കൂടെ. ഇന്ന് രാത്രി അവർ വെളിച്ചത്തിലേക്ക് വരണം. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ ക്രിസ്തുവിലേക്ക് മനസ്സ് തകർന്നവര്, ജീവിത ഭാരത്താൽ ബന്ധിക്കപ്പെട്ടവര്, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്തവർ, സമാധാനമില്ലാത്തവർ, ഇനി ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇന്ന് രാത്രി നിങ്ങൾ മരിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകരം മരിച്ചു എന്ന് കാൽവരിയിലൂടെ വെളിപ്പെടുത്തിയ ആ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ഇന്ന് രാത്രി കടന്നു വരത്തക്ക വിധത്തിൽ ഈ ദേശത്ത് അന്ധകാരം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന, മൂടപ്പെട്ടിരിക്കുന്ന ഈ ദേശത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് ചില ജീവിതങ്ങൾ ഈ ലോകങ്ങൾ കഴിയുമ്പോൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ, ഈ നല്ല സമരക്കാരന്റെ അടുക്കലേക്ക് വരുവാൻ ഒരു നിമിഷം എല്ലാവരും ശക്തിയോ